നമസ്കാരം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 6 ബുധനാഴ്ച. പിറന്നാളില്ല. ഇന്ന് വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം 5 നാഴിക ചൊല്ലുവാനുണ്ട്, ചതയവുമുണ്ട്. നിശ്ചിത നാഴിക ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് പിറന്നാളില്ലാത്തത്. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് ധാരാളം കത്തുകൾ ലഭിക്കുന്നുണ്ട്. കത്ത് മുഖേനയുള്ള മറുപടി എല്ലാ ദിവസവും ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. ഇന്നത്തെ കത്ത് ശ്രീമതി ജാനി ചാലി, കോട്ടയം. എൻ്റെ നക്ഷത്രം ചോതി. 4 വർഷമായി കാനഡയിൽ മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവസാന നിമിഷം തടസ്സപ്പെടുന്നു. വയസ്സ് 34ആയി. വിദേശത്തേക്ക് ഈ മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടോ അതോ നാട്ടിൽ തന്നെ പുതിയ ജോലിക്ക് ശ്രമിക്കണോ എന്നുള്ളതാണ്. ചോദ്യ നക്ഷത്രം കുറച്ചു കാലമായിട്ട് ആവർത്തിച്ച് തടസ്സം വന്നിരുന്ന ഒരു നക്ഷത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ടേക്കൊക്കെയുള്ള ഈ ശ്രമത്തിന് കാര്യതടസ്സം ഉണ്ടായത്. ചോദ്യ നക്ഷത്രത്തിന് 2019 അനുകൂലമായിട്ടുള്ള സമയമാണെന്ന് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. ഇപ്പം ശ്രമിച്ചോളൂ. ഇപ്പം കാര്യമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കാനഡയിലേക്ക് പോകാനുള്ള ഭാഗ്യം ഉണ്ടാവും. അതിൽ സംശയം വേണ്ട. എന്ന് മാത്രമല്ല, കാനഡയിൽ ചെന്ന് കഴിഞ്ഞാലും ജോലിയിൽ നല്ല ജോലി കിട്ടും. ജോലിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്രമമായിട്ടുള്ള ഉയർച്ചയും ലഭിക്കും എന്ന് കാണുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യാൻ തന്നെയാണ് ഭാഗ്യം. ഇവിടെ നിന്നാലും MNCയിലൊക്കെ വർക്ക് ചെയ്യാനാണ് ഭാഗ്യം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. എന്തായാലും ഈ വർഷം ശ്രമിച്ചോളൂ. വിദേശത്തേക്ക് പോകുവാനും അവിടെ നല്ലൊരു സ്ഥിതി എത്തുവാനുള്ള ഭാഗ്യമുണ്ട്. ഗജകേസരി യോഗം എന്നുള്ള യോഗമുണ്ട്. അത് ശക്തമായിട്ടുള്ള ഗജകേസരി യോഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 34 വയസ്സായി. 36 വയസ്സ് മുതൽ വളരെ നല്ലൊരു സ്ഥിതിയിൽ എത്തുന്നുള്ളതിൽ സംശയം വേണ്ട. ധാരാളം സമ്പത്തും ആഡംബര ജീവിതമൊക്കെ ലഭിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട്. സന്തോഷമായിട്ടിരുന്നു കേട്ടോ. ഇനി രാശിഫലമാണ്. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. അധിക പണച്ചെലവ് വരുന്നൊരു ദിവസമാണ്. വാഹനത്തിനും ഗൃഹത്തിനും ഒക്കെ റിപ്പയർ വർക്ക് ചെറിയ പ്രയാസങ്ങൾ വരാം. വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം അലസത, തടസ്സങ്ങൾ ഒക്കെ വരാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നും പ്രത്യേകിച്ചറിയാം. ചെറിയൊരു സാമ്പത്തിക നേട്ടം ചെറിയ കച്ചവടക്കാർക്ക് ഇന്ന് പ്രതീക്ഷിക്കാം. ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. വിവാഹകാര്യങ്ങൾക്കും പ്രണയത്തിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ദിവസമാണ്. കൂട്ടുകാരുമൊക്കെ ആയിട്ട് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ പങ്കുവയ്ക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ചെറിയ സമ്മാനങ്ങളൊക്കെ ലഭിക്കുവാനുള്ള യോഗവും സാലറി കൂടിക്കിട്ടാനുള്ള ഒരു ഭാഗ്യമോ പുതിയ ജോലിക്കുള്ള ഒരു അവസരം വന്നു ചേരാനുള്ള യോഗമൊക്കെ ഇന്ന് കാണുന്നുണ്ട്. മിഥുനം രാശി. മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. ദിവസത്തിൻ്റെ ആദ്യ ഭാഗം അല്പം ഒരു ടെൻഷനും പ്രയാസവും ഒക്കെ കാണുന്നുണ്ട്. അലച്ചിലും ശരീരത്തിന് അല്പം ഒരു ക്ലേശവും ഒക്കെ വരാം. എന്നാൽ ദിവസം മുന്നോട്ട് പോകുന്തോറും അനുകൂലമായിട്ടുള്ള ഒരു ഫലസ്ഥിതിയും കാണുന്നുണ്ട്. ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും റിയൽ എസ്റ്റേറ്റ് ഏജൻസിനും ഒക്കെ നേട്ടങ്ങളെന്ന് പ്രതീക്ഷിക്കാം. കർക്കിടകം രാശി. പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം ആയില്യം. വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ദിവസമാണ്. ധാരാളം പണച്ചെലവ് വരാനുള്ള യോഗമുണ്ട്. ദൂരെ യാത്രയ്ക്കൊക്കെയുള്ള ഭാഗ്യമുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ളൊരു യോഗം ഇന്ന് കാണുന്നുണ്ട്. മനസ്സിന് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും ഇന്ന് പ്രതീക്ഷിക്കാം. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യത്തെ കാൽഭാഗം. ജോലി അന്വേഷിക്കുന്നവർക്കൊരു വരുമാന മാർഗമൊക്കെ ലഭിക്കുവാൻ ഭാഗ്യമുള്ളൊരു ദിവസമാണ്. റിയൽ എസ്റ്റേറ്റ് ഏജൻസിന് പുതിയ ബിസിനസ്സൊക്കെ നടന്നു കിട്ടാനുള്ളൊരു യോഗമുണ്ട് എന്നുള്ളതുകൊണ്ട് കാര്യമായി അതിനായി പരിശ്രമിക്കുക. വിവാഹകാര്യങ്ങൾക്കും പ്രണയകാര്യങ്ങൾക്കും അത്ര നല്ലൊരു ദിവസമല്ല എന്നുള്ള കാര്യവും പ്രത്യേകിച്ചറിയുക. കന്നിരാശി. ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. ഗൃഹത്തിൽ അല്പം ഒരു സ്വസ്ഥത കുറവോ മനസ്സിന് അല്പം പ്രയാസം ഉണ്ടാക്കുന്ന അനുഭവമോ വന്നാൽ തന്നെയും ദിവസം മുന്നോട്ട് പോകുന്തോറും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടുമുട്ടുവാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഒരു ഭാഗ്യവും ഇന്നുണ്ട്. ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുന്ന ഒരു ദിവസവുമാണ്.
തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. ദൂരയാത്ര, ഉല്ലാസയാത്ര ഇവയ്ക്കുള്ള ഭാഗ്യമുണ്ട്. പുതിയ കച്ചവടമൊക്കെ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. പാർട്ട്നേഴ്സിനെ ലഭിക്കാനോ ഗവൺമെൻറ് സാങ്ഷനൊക്കെ ലഭിച്ച് പുതിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനോ ഭാഗ്യമുള്ളൊരു ദിവസമാണെന്നുള്ള കാര്യവും പ്രത്യേകിച്ചറിയാം. മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന അനുഭവങ്ങളും ഇന്ന് പ്രതീക്ഷിക്കാം. വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം തൃക്കേട്ട. മാറ്റങ്ങളുടെ ഒരു സമയമാണ്. എന്നാലും മനസ്സിനൊരു ടെൻഷൻ ഉണ്ടാവും. കാര്യങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് നടക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനാണ് പൊതുവേ കാണുന്നത്. വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സം കുറയുന്ന ഒരു ദിവസമാണ്. ലാഭവും ഇന്ന് പ്രതീക്ഷിക്കാം. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. യാത്ര, സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഇവയൊക്കെ വന്നു ചേരുവാനും പുതിയ ഡ്രസ്സ്, പുതിയ വസ്ത്രങ്ങൾ, ആഭരണമൊക്കെ ലഭിക്കുവാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുമുള്ള യോഗം ഇന്ന് കാണുന്നു. പൊതുവെ യാത്ര കൊണ്ട് നേട്ടങ്ങൾ, ഹൈ കോൺടാക്ട്സ് കൊണ്ട് നേട്ടങ്ങൾ ഇവയും വരുന്നൊരു ദിവസമാണെന്ന് പ്രത്യേകിച്ചറിയാം. മകരം രാശി ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. അലച്ചിൽ, ക്ലേശം, ശരീരത്തിന് അല്പം പ്രയാസങ്ങൾ, അതായത് ശരീരത്തിന് വേദന, ജോയിൻസിനൊക്കെ പെയിൻ, ഈ റുമാറ്റിക് ആർത്രൈറ്റിസ് കംപ്ലയിൻസ് ഒക്കെ ഉള്ളവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അത്രേ ഉള്ളൂ. സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ വരാം. ചെറിയൊരു വരുമാന മാർഗം വരുന്നൊരു ദിവസമാണ്. ഇത് മാത്രമല്ല, പൊതുവെ നേട്ടങ്ങൾക്കുള്ളൊരു സാധ്യതയും ഇന്ന് കാണുന്നുണ്ട്. കുംഭം രാശി അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. കാര്യങ്ങൾക്ക് ആദ്യം ഒരു തടസ്സമൊക്കെ അനുഭവപ്പെടും. അപ്പോൾ അല്പം ഒരു ടെൻഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ടെൻഷനൊന്നും വരേണ്ട കാര്യമില്ല. മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ ഈ ദിവസം തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ബന്ധു സമാഗമം, ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗം, എന്തെങ്കിലുമൊക്കെ സമ്മാനം ലഭിക്കാനുള്ള ഭാഗ്യവും ഇന്ന് കാണുന്നു. മീനം രാശി പൂരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. വസ്തു വാങ്ങുവാനോ ഫ്ലാറ്റ് വാങ്ങുവാനോ ഒക്കെ ചിന്തിക്കാൻ ഭാഗ്യമുള്ള, യോഗമുള്ള ഒരു ദിവസമാണ്. ഇതിനാവശ്യമായിട്ടുള്ള ഒരു പ്ലാനിങ്, അതായത് ഗവൺമെൻറ് സാങ്ഷൻ അല്ലെങ്കിൽ ലോണിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ഒക്കെ നടത്തുന്ന ഒരു ദിവസമാണ്. പുതിയ വാഹനം വന്നു ചേരുവാനുള്ള യോഗവുമൊക്കെ ഇന്ന് കാണുന്നുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യവും ഇന്നുണ്ട്.